അങ്ങോട്ട് തട്ടിക്കയറുകയും സാറിന്റെ അടുത്ത് ചീത്ത പറയുകയും സാറിന്റെ അടുത്ത് മര്യാദയില്ലാതെ പെരുമാറുകയാണ് ചെയ്തത്. ഈ അഹാന കോളേജിൽ വന്നിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം മുഖത്ത് നോക്കി ബിച്ചെന്ന് വിളിച്ചിട്ടാണ് ഇവള് കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഭാഗ്യത്തിന് ഈ പിള്ളേരൊക്കെ കുറച്ച് നിരിങ്ങിയിരിക്കുന്ന പിള്ളേരാണ്ട് പൊതുവെ ഡ്രസ്സസ് ഇട്ട വലിയൊരു ആൾക്കാരൊക്കെയൊന്നും വരാൻ പറ്റില്ല. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ കെ ഫാമിലി വീണ്ടും എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇത്തവണ തൻ്റെതായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ എയറിലായിരിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് ഇവർ എല്ലാ മാസം എയറി പൊക്കോളാന്നും പറഞ്ഞുകൊണ്ട് വല്ല നേർച്ച വല്ലതും എടുക്കണമെന്നുണ്ടോ? കാര്യം ഒന്ന് തീരുന്നതിൻ്റെ പുറകെ തൊട്ടടുത്തത് എന്തുവാടേ ഇത്. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങളിൽ എത്ര പേര് മുഴുവനായിട്ട് കാണുന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ അഹാന കൃഷ്ണ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങളിത് കാണുമെന്ന് എനിക്കറിയാം, നിങ്ങളിത് മുഴുവനായിട്ട് കണ്ടിട്ടേ പോകാവൂ. കാരണം ഈ ഒരു വീഡിയോക്കകത്തോടെ അഹാന കൃഷ്ണനെ നമ്മൾ ഭയങ്കര ക്രിസ്പി ആയിട്ട് ക്രഞ്ചി ആയിട്ട് നമ്മൾ ഒരല്പം വറുത്തെടുക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ഇതിനു മുമ്പ് അഹാന കൃഷ്ണ നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അഹാന മറന്നിട്ടുണ്ടാവില്ലല്ലോ. കാര്യം ഈ അടുത്തുകൂടെ അതൊന്ന് എടുത്ത് കുത്തി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അഹാന കൃഷ്ണനെ പറ്റിയിട്ട് നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോക്കകത്തുനിന്ന് പാചകം ചെയ്തെടുക്കാം സുഹൃത്തുക്കളെ. പിന്നെ പല ആളുകളും ഇവരുടെ അടുത്ത് കമൻറ്റ് ബോക്സിൽ പോയി പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരല്പം ക്വാളിറ്റി കാണിക്കൂ, മണി ക്യാൻ ബൈ ക്ലാസ് ഒന്നും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറേ പേര് കമൻറ്റ് ബോക്സിൽ പോയി പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവരുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് അവരെ വേദനിപ്പിക്കുന്നത്? ഉള്ള കാര്യമല്ലേ നിങ്ങൾക്ക് അവരുടെ അടുത്ത് ചോദിക്കാൻ പറ്റൂ. ഇല്ലാത്ത കാര്യം എന്തിനാണ് നിങ്ങൾ അവരുടെ അടുത്ത് ഇത് കാണിക്കൂ എന്ന് പറയുന്നത്? എന്തോ വല്ല മെഡിക്കൽ സ്റ്റോറി എല്ലാം കിട്ടുന്ന സാധനമാണോ ഈ ക്വാളിറ്റി ക്ലാസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ? അല്ലല്ലോ. ഇല്ലാത്ത സാധനം ഒരാളുടെ അടുത്ത് പിന്നെയും ചോദിച്ച് അവരെ എന്തിനാ ഇങ്ങനെ നിങ്ങൾ വേദനിപ്പിക്കണേ? ഈ ക്വാളിറ്റിയുടെ ക്ലാസിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഇവർ വിചാരിക്കുന്ന വായിക്കാത്ത കുറെ കണസ ഇംഗ്ലീഷ് വന്ന് 24 മണിക്കൂറും പഠനം കഴിയുമ്പോഴത്തേക്കും ഇവർ മറ്റേ ഭയങ്കര ക്വാളിറ്റി ഉള്ള ആൾക്കാരാവും എന്നുള്ളതാണ് ഇവർ വിചാരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഇപ്പൊ കമന്റ് ബോക്സിൽ തന്നെ ആൾക്കാർ പറയുന്ന ഒരു സാധനമാണ്, തൻവി അങ്ങ് കാനഡയിൽ സായിപ്പിന്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് വന്നപ്പോഴത്തേക്കിന് തൻവി പറയുന്ന മൊത്തം പച്ച മലയാളത്തിൽ, പക്ഷെ ഈ കേരളത്തിൽ മലയാളികൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഇവര് മൊത്തം വാ തുറന്ന ഫുൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ എന്നുള്ള സീനൊക്കെ കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ ഇവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഒരു അച്ചീവ്മെന്റ് അല്ല. നമ്മുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു മീഡിയം ആയിട്ടുള്ള ലാംഗ്വേജ് മാത്രമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് വായിക്കൂടെ കണസ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വലിയ ക്വാളിറ്റി ആവുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇല്ലാത്ത കാര്യം എന്തിനാണ് അവരുടെ ചോദിക്കാൻ നിൽക്കുന്നത്? അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഏറി പോയേക്കുന്ന വിഷയം നോക്കാം. അത് കഴിഞ്ഞ ദിവസങ്ങളിലെ കുറച്ച് ഫോളോ അപ്പ് കൂടി ഉണ്ടായിരുന്ന കുറച്ച് വിഷയങ്ങളെ അതെല്ലാം നമുക്ക് നോക്കാം. ആദ്യം തന്നെ ലേറ്റസ്റ്റ് വിഷയം നോക്കുമ്പോഴത്തേക്കിന് ദിയ കൃഷ്ണയുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനോടനുബന്ധിച്ച് ഇവരുടെ അപ്പച്ചി ആ ഒരു വീഡിയോക്കകത്തിലെ ചെറിയൊരു പോർഷനിൽ ഇവർ പച്ചയ്ക്ക് അപമാനിച്ചു വിടുക എന്ന് തന്നെ ഞാൻ അതിനെ പറയത്തുള്ളൂ. അങ്ങനെ കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ ആൾക്കാർ അതിനകത്ത് പിടിച്ച് നല്ല രീതിയിൽ പിടിച്ച് ഏറി കയറ്റിയിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് പുറകെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നോക്കിയപ്പോഴത്തേക്കിന് ആ കമൻറ്റ് സെക്ഷൻ മൊത്തം ഇപ്പോൾ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്കിന് ആ വന്നേക്കുന്ന കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ എല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് കുത്തിയിരുന്ന് റിമൂവ് അടിച്ച് ഡിലീറ്റ് ചെയ്ത് എല്ലാം കളഞ്ഞിട്ടുണ്ട്. അവർ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് വന്നേക്കുന്ന മിസ്റ്റേക്കുകൾ തിരുത്താതെയോ അല്ലെങ്കിൽ അതിനെ സ്വയം ഉൾക്കൊള്ളാതെ അവർ ചെയ്തേക്കുന്ന കാര്യം ഇത് നേരെ കമൻറ്റ് ബോക്സ് സെക്ഷൻ പോസ്റ്റ് ചെയ്ത് വെക്കുക, ഇതൊക്കെ ഡിലീറ്റ് ആക്കി കളയാന്നുള്ളതാണ്. തൊട്ടി കുടുംബമല്ലേ, ഇറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ, അത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. എന്താണെങ്കിലും ആ ഒരു വീഡിയോയിലെ കുറച്ച് പോർഷൻസ് നമുക്കൊന്ന് കാണാം. ഇവിടെ ദാണ്ടി അവിടെ ഏറ്റവും ബാക്കിലെ സാരി ഉടുത്തിരിക്കുന്ന ആളാണ് ഇവരുടെ അപ്പച്ചി. നിങ്ങൾ കാണുക വീഡിയോ. ഓക്കെ, ആ ഏറ്റവും ബാക്കിൽ അവിടെ ആ സാരി എടുത്തിരിക്കുന്നതാണ് അവരുടെ അപ്പച്ചി. ഇനി പ്രധാനപ്പെട്ട ആ ഒരു ഭാഗത്തോട്ട് പോകാം. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് പാളിപ്പോയേക്കുന്ന ഒരു സംഭവമാണെന്നുള്ളത്. അതുകൊണ്ട് അവർ തന്നെ ആ ഒരു വീഡിയോയിലെ ആ ഒരു പോർഷൻ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ആ ട്രിം ചെയ്ത് കളഞ്ഞേക്കുന്ന പോർഷൻ നമുക്ക് ആദ്യം കാണാം, ഇപ്പം നിലവിൽ കിടക്കുന്ന സംഭവം. അപ്പച്ചി എവിടെ ഇരുന്നു എന്ന് പറഞ്ഞൊക്കെ സംഭവമില്ലേ, ഇത് നൈസായിട്ട് ഇപ്പൊ കാണുമ്പോൾ വലിയ തരക്കടൊന്നും ഇല്ലാത്ത രീതിയിൽ തോന്നുന്നല്ലോ. ഇനി എന്നാൽ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്കൊന്ന് കാണാം. ഇവരെല്ലാവരും നിന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. ആ സമയത്തേക്ക് അപ്പച്ചി എവിടെ ഉണ്ട്? ഇവരുടെ ഇൻവിറ്റേഷൻ ഇല്ലാതെ വലിഞ്ഞു കയറി വന്നേക്കുന്ന വ്യക്തി അല്ലല്ലോ, ഇവർ വിളിച്ചിട്ട് വന്നേക്കുന്നതല്ലേ. അപ്പോഴും ആൾക്കാർ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് അശ്വിന്റെ ഫാമിലിനെ ഒന്നും വിളിച്ചില്ല എന്നുള്ള സീനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം. ഇവിടെ ആ അഹാന കൃഷ്ണ പറഞ്ഞേക്കുന്ന സാധനം കേട്ടില്ലേ, അമ്മച്ചി അവിടെ ഇരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് എല്ലാവരോടും നിന്ന് കേക്ക് മുറിക്കണം. ആ സമയത്തേക്ക് പുള്ളിക്കാരിനെ മാറ്റി നിർത്തുകയാണ്. അവിടെ പുള്ളിക്കാരിനെ മാറ്റി നിർത്തുമ്പോഴത്തേക്കിന് അവിടെ ഒരു ക്യാമറാമാൻ ഉണ്ട്, ക്യാമറ എടുക്കുന്ന, മറ്റേത് ഇപ്പുറത്തേക്കുന്ന ആ ഒരു അപ്പച്ചിയാണ്. അപ്പോൾ പുള്ളിക്കാരിനെ ആ ഒരു സമയത്തേക്ക് മാറ്റി നിർത്തുമ്പോഴത്തേക്ക് ഇപ്പം നിങ്ങളാണ് ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയുള്ളപ്പോൾ
നിങ്ങളെ ഇത്തരത്തിൽ അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് കേക്ക് മുറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഫാമിലിയായിട്ട് കേക്ക് മുറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് മാത്രം ആ ഫ്രെയിമിൽ നിന്ന് അങ്ങോട്ടൊന്ന് മാറി നിൽക്കാൻ പറയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് എന്ത് ഫീൽ ആയിരിക്കും തോന്നുക? നിങ്ങൾ തൊട്ടപ്പുറത്തോട്ട് മാറി നിൽക്കുമ്പോഴത്തേക്കിന് അവിടെ ഒറ്റപ്പെട്ട് നിന്നിട്ട് അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല ആണെങ്കിൽ പിന്നെ നമുക്ക് വിഷമമൊന്നും ആയില്ല, ഓക്കെ ആണെന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെയും ചിരിച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയാനും അങ്ങനെയൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ നിൽക്കുക എന്ന് പറയുന്നൊരവസ്ഥ, അതൊരു മര്യാദകേടല്ലേ ഇവർ ഈ കാണിച്ചേക്കുന്നേ അല്ലേ? അഹന കൃഷ്ണ എന്തുവാ ഇത്? എന്നിട്ട് ഒരു കൂസലേ ഇല്ലാതെ ബാക്കി സെലിബ്രേറ്റ് ചെയ്യുന്ന കാര്യം കൂടെ നമുക്ക് കാണാം. അവർ ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് അവിടെ സെലിബ്രേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഒരു അപ്പച്ചീനെ എന്തിനാടെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? നിങ്ങൾക്ക് അങ്ങനെ മാറ്റി നിർത്താനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാതിരുന്നാൽ പോരായിരുന്നു. നിങ്ങൾ മാത്രം ആ ഫ്രെയിമിൽ മതിയെങ്കിൽ പിന്നെ എന്തിനാണ് പുള്ളിക്കാരനെ അങ്ങോട്ടേക്ക് വിളിച്ചത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെ അല്ലാത്തപ്പോഴെല്ലാം ചെയ്തു. നിങ്ങൾ ആ കേക്ക് മുറിക്കുന്ന സമയം എത്തിയപ്പോഴത്തേക്കിനെ പെട്ടെന്ന് പുള്ളിക്കാരിനെ മാറ്റുക, അങ്ങോട്ടേക്ക് മാറിയിരിക്കുന്ന കഴിയുമ്പോഴത്തേക്കിനും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാ വിളിച്ചത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ അവിടെ നിർത്താൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത് അഹന കൃഷ്ണ മാത്രമല്ല, സിന്ധു കൃഷ്ണ. ഇപ്പൊ സിന്ധു കൃഷ്ണനെ സിക്രി എന്നാണ് അറിയുന്നത്. ഈ പറയുന്ന റെഡിറ്റ് പ്ലാറ്റ്ഫോമുകളിലൊക്കെ സിക്രി എന്നൊക്കെയാണ് പുള്ളിക്കാരെ പറയുന്നത്. സിന്ധു കൃഷ്ണയുടെ സിയും കൃഷ്ണകുമാറിന്റെ ക്രീയും കൂടെ ചേർന്ന് സിക്രി എന്നാണ് അറിയപ്പെടുന്നത്. സിക്രി ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, നമുക്കത് കേൾക്കാം. അപ്പച്ചി അപ്പുറത്ത് ഇരുന്ന ടോമിന്ന് വിളിച്ചു തോന്നുന്നു, അവിടെ അടുത്ത് നിൽക്കേണ്ട അപ്പുറത്ത് ഇരുന്ന ടോമിന്ന് വിളിച്ചു തോന്നുന്നു. അപ്പൊ നാണ്ട് അപ്പുറത്തെ സിക്രിയും പറയണം, അതുകൊണ്ട് അവിടെ ഇരുന്നു തോന്നുന്നു. അവിടെ ഇരുന്ന് അവിടെ മാറിയിരുന്നു. എന്തുവാ ഇത്? ഒരു മര്യാദയൊക്കെ കാണിക്കല്ലോ അഹാന കൃഷ്ണ. ദിസ് ഈസ് വെരി പത്തറ്റിക്. ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ്. സോറി, അത് നമ്മൾ പറയാറായിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കമന്റ് സെക്ഷനിൽ നമ്മുടെ ദിയാകൃഷ്ണ ഇത് ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കമന്റ് എന്ന് പറയുന്നത് അവർക്ക് പറയാനുള്ള കാര്യമായിരിക്കുമല്ലോ അവർ ഈ പിൻ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കത് വായിക്കാം. To all the people criticizing in the comments about Apache being asked to sit aside, wouldn't you want a family picture with just your sister and immediate family in a milestone birthday party of the first baby in your family? അതെ, ആ ഒരു ഫസ്റ്റ് ബേബി അവരുടെ ഫാമിലിയിൽ ഉണ്ടായതിൽ അപ്പോൾ അവരുടെ ഫാമിലിയുടെ ഒപ്പം ഉള്ളൊരു ഫോട്ടോ വേണമെന്ന് അവർ ആഗ്രഹിച്ചതിൽ എന്താണ് തെറ്റ്? അപ്പം അതായത് അവരുടെ അപ്പച്ചി അവരുടെ ആ ഒരു ഫാമിലി അല്ലേ? ഇത് സിക്രിയുടെ മക്കളും മാത്രം ചേർന്ന് എന്തോ ഭാഗത്തിന് അശ്വിനെ, ആ കുഞ്ഞിന്റെ അച്ഛനായതുകൊണ്ട് ഭാഗത്തിന് അശ്വിനെ അവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അതെന്തായാലും കാര്യം ഫാമിലി അല്ല എന്നുള്ളത് മാത്രം അത് പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാണ് വിളിക്കാൻ പോയത്? ഇനി ദിസ് ഈസ് unnecessary nitpicking just because you dislike someone or something they said or did not. Everything they do is wrong. Sometimes when you have nothing nice to say, don't say anything at all. അതായത് എല്ലാ ദിവസവും ആൾക്കാർ രാവിലെ എണീറ്റിട്ട് ദിയാകൃഷ്ണയുടെ ഇവരുടെ ആരെങ്കിലും വീഡിയോ വന്നോ നോക്കിയിട്ട് അവരുടെ വീഡിയോ വന്നിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇന്ന് നല്ലതിട്ടെന്ന് പറഞ്ഞാലും നമുക്ക് നെഗറ്റീവ് കമന്റ് ഇടാം, നല്ലതിട്ടാലും നമ്മൾ നല്ലതെന്ന് പറയൂല എന്നുള്ള രീതിയിൽ ആൾക്കാർ ഇപ്പം അങ്ങനെ പറയുന്നു എന്നുള്ളതായിരിക്കുമല്ലോ ഈ കമന്റ് ഇട്ടേക്കുന്ന ആളും അല്ലെങ്കിൽ ഇവരെല്ലാം വിചാരിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവർ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ ആണെങ്കിൽ വീട്ടിൽ ചില്ലിട്ട് വെക്കുക, അതായത് ഫ്രെയിം ചെയ്ത് വീട്ടിൽ തൂക്കി വെക്കാൻ തോന്നുന്നുണ്ട്. കണ്ടില്ലേ, നമുക്ക് വേണ്ടി സംസാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് കമന്റ് സെക്ഷൻ. ഇത് കണ്ടോ, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളിത് ഫ്രെയിം ചെയ്ത് വെക്കുന്നുണ്ട്. രാത്രി കിടക്കുന്നതിന് മുന്നേ കമന്റ് നോക്കിയിട്ട് ഓക്കെ കൊള്ളാമില്ല, എന്നിട്ട് മറ്റേതങ്ങ് പോസ്റ്റ് ചെയ്ത് വെക്കും. ഓക്കെ ശരി, ഈ കമന്റ് പറഞ്ഞതാണ് കറക്റ്റ് കാര്യം. അപ്പച്ചീനെ ഞങ്ങൾ മാറ്റിയത് നമുക്കത് പ്രശ്നമല്ല. നമ്മുടെ ഫാമിലിയുള്ള അത്ര ആൾക്കാർ മതി. എന്തുവാ അഹാന കൃഷ്ണ ഇത്? എന്നിട്ട് ഇത് ഇവരുടെ ഭാഗത്ത് വന്നേക്കുന്ന മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ വീഡിയോയുടെ ആ ഒരു ഭാഗം ട്രിം ചെയ്ത് കളഞ്ഞിട്ടുള്ളത് അല്ലേ? ഇത് ഞാൻ ആലോചിക്കുന്നത്, ഇതൊക്കെ ഇവർ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് ലാസ്റ്റ് ഇത് കാണുമ്പോഴത്തേക്കിന് ഇവർക്ക് തന്നെ ഒരു ബോധമില്ല. എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്കൊക്കെ ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ ഏറിപ്പോന്നാൽ പിന്നെ ഇത് കട്ട് ചെയ്ത് മാറ്റിയേക്കാന്നൊക്കെ ഇവർക്ക് ആദ്യമേ ഒന്ന് ചിന്തിച്ചതും ചെയ്താൽ പോരെയോ? അതൊന്നുമില്ല, ഇവർ തന്നെ ഇടുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, തൊട്ട് ഫാമിലി അല്ലേ, ഇറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ, അങ്ങനെയും വരും. ഇനി അതിലെ ബാക്കി കുറച്ച് കമന്റ് സെക്ഷനോടെ നമുക്ക് വായിച്ചു നോക്കാം. പാവ മഷീൻ, ഹീസ് ലൈക്സ് ദ സൈഡ് ക്യാരക്ടർ ഇൻ ദിസ് വീഡിയോ ഈവൻ ദോ ഇറ്റ്സ് ഹിസ് സൺസ് ബർത്ത്ഡേ, ലുക്സ് ലൈക്ക് ഹി ഹാസ് no role when it's come to his family. It's understandable KK shares a special bond with Omi, but he should acknowledge that Ashwin was the one to hold Omi to cut cake, not him. അശ്വിനെ നിന്റെ അവസ്ഥ വേറെ ആർക്കും വരാതെ ഇരിക്കട്ടെ. വേറെ ഈസ് അശ്വിൻസ് ഫാമിലി. എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അവർ അശ്വിൻ്റെ അച്ഛനും അമ്മയും അല്ലേ, അവരുടെ കൊച്ചുമോൻ്റെ ഫസ്റ്റ് ഡേ അല്ലേ, അവർക്കും കാണില്ലേ അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹം. ദിയ, നിന്റെ മോനും അവൻ്റെ വൈഫും നിന്നോട് ഇതുപോലെ പെരുമാറുന്ന ഒരു ഡേ വരും. മാതാപിതാക്കളുടെ കണ്ണുനീർ നമ്മൾ കാരണം വീണാൽ അതിന് വലിയ വില പിന്നീട് കൊടുക്കേണ്ടി വരും. അശ്വിൻ വേറെ വല്ല ഫാമിലി പോയിട്ടുണ്ടെങ്കിൽ നല്ല റെസ്പെക്ട് കിട്ടുമായിരുന്നു. ഹീസ് എ ഹംബിൾ ഗൈ. അർജുന് കൊടുക്കണ പരിഗണന പോലും അശ്വിനില്ല. കൃഷ്ണകുമാർ ആ കുട്ടി എങ്ങനെയാണോ അതുപോലെ തന്നെ അശ്വിൻ ഡാഡ് ആ കുട്ടി.
അല്ലാണ്ട് കുട്ടി കൃഷ്ണകുമാർ ഫാമിലിക്ക് മാത്രമുള്ളതല്ല. അപ്പച്ചിയെ നൈസായിട്ട് അഹാന തട്ടുന്ന പോലെയാണ് ഇവർ അശ്വിൻ ഫാമിലി അവോയ്ഡ് ചെയ്യണേ. സോ ബാഡ് അബൌട്ട് ദിസ് ഫാമിലി. ഐ തിങ്ക് ഇഷാനി ആൻഡ് ഹൻസ് ഒഴിച്ച് ബാക്കി എല്ലാവരും കണക്കാ. ഇവർക്കെല്ലാം കണ്ടന്റ് മാത്രമാണ്, അല്ലാണ്ട് പരസ്പര സ്നേഹമൊന്നുമില്ല, എല്ലാം ആക്ടിങ് ആണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള നിരവധി കമൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ആക്ടിങ്ങിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിന് ഇതിനകത്തൊരു കിഡിലൊരു ആക്ടിങ് ഉണ്ട്. ഇത് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ പൊന്നോ ഇജാതി അഭിനേത്രികൾ സീരിയസ് റിയൽ ലൈഫിൽ ഇതുപോലെ അഭിനയിക്കുന്നതിൽ ഇവർക്ക് എന്തെങ്കിലും അവാർഡ് കൊടുക്കണം. മെയിനായിട്ട് അഹാന, എൻ്റെ പൊന്നോ ഓരോ വീട്ടിലും ഒരു അമ്മു വേണം എന്നുള്ള പറഞ്ഞേക്കുന്ന ഇതേ സിക്രി. ഈ സിക്രി ഇതിനകത്ത് കാണിക്കുന്ന ഒരു സംഭവമാണ്. അശ്വിന് കേക്ക് കൊടുക്കാൻ പോകുന്ന സംഭവം നമുക്കൊന്ന് കാണാം. അശ്വടാ പാവടാ, മോശമല്ല ദിയാകൃഷ്ണ, ഒന്നുമില്ലല്ലോ നിങ്ങളുടെ സിക്രിക്ക് എന്താ നിങ്ങൾ അങ്ങനെ കാണിച്ചിട്ട് കണ്ടോ? പാവം ഇങ്ങനെ ചമ്മി ബ്ലിങ്കസ്യാന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടല്ലേ. നമുക്ക് ഒന്നുകൂടെ കാണാം. കഷ്ടോടാ, ഇങ്ങനെ നിൽക്കുക. എന്തിനാ സിന്ധു കൃഷ്ണ സിക്രി നിങ്ങൾ ഇങ്ങനെ നിന്നത്? നിങ്ങൾ ഇങ്ങനെ നിൽക്കണ്ടായിരുന്നോ? അവിടെ ആരും കണ്ടില്ല. സങ്കടം വന്നെങ്കിൽ കണ്ണീര് തുടച്ചിട്ട് സൈഡിലോട്ട് മാറിയിരിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അശ്വിന് കൊടുക്കുന്നുണ്ട്. അശ്വിന് കേക്ക് കൊടുക്കുന്ന സമയത്തേക്ക് ഇനി ഇവരുടെ കുറച്ച് ആക്ഷൻസ് ഉണ്ട്. നമുക്കത് വീഡിയോ തുടക്കം തൊട്ട് ഒന്നുകൂടി ഇതൊന്ന് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. സിന്ധു കൃഷ്ണനെ തന്നെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ നിരീക്ഷിക്കുക. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? എവറിത്തിങ് ഈസ് ഓക്കെ, ഫൈൻ, റൈറ്റ് അല്ലേ? അങ്ങനെയല്ലേ? അതാണ് കണ്ടിട്ട് ഇതൊന്നും പിടിക്കണില്ലേ? ഒന്നിലേലും ഓമിയുടെ അച്ഛനല്ലേ അത്? അല്ലെ ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡ് അല്ലേ? ഉടനെ വന്നപ്പോഴത്തേക്ക് ഹാപ്പി ബർത്ത്ഡേ പെട്ടെന്ന് വാ തുറന്ന് വന്നിട്ട് ഇങ്ങനെ അതെന്നാ പരിപാടിയാണ് നിങ്ങൾ സിക്രിയുടെ അടുത്ത് കാണിച്ചത്? അത് ഭയങ്കര ബാഡ് ആയില്ലേ സിക്രിക്ക്? എന്താ ഇത്? ഞാൻ പറഞ്ഞില്ലേ, ആ പുള്ളിക്കാരീനെ ആ അപ്പച്ചീനെ ഇറങ്ങി വിട്ടതിൻ്റെ അത്രയൊന്നും ഇതില്ലല്ലോ. തൊട്ടി കുടുംബം, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇനി ഇത് കഴിഞ്ഞ ദിവസം സായി ചേട്ടനാണെങ്കിൽ മീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ബൈറ്റിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ അമ്മൂമ്മയായിട്ട് അഹാന കൃഷ്ണ ഉണ്ടായേക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ. ഇനി എന്താണെങ്കിലും സായി ചേട്ടൻ പറയുന്ന കാര്യം കേൾക്കാം. മറ്റേ സിന്ധു കൃഷ്ണ ഈ CCTV വിഷ്വൽസ് ഒക്കെ കുറെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ കുറേ സീനൊക്കെ ഉണ്ടല്ലോ. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. ആദ്യം സായി ചേട്ടൻ പറയുന്നത് കേൾക്കാം. ഇന്ത്യ മോളെയൊപ്പം കിടക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇവിടെ വരുന്നത് അമ്മ പറഞ്ഞു. അഹാനകൃഷ്ണന്റെ വിഷയത്തിൽ സിന്ധു കൃഷ്ണൻ ചെയ്താൽ എന്താ, സ്വന്തം വീഡിയോനകത്ത് ഒന്നും പറയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും പറയില്ല ആരോട്. ഇന്നലെ രാത്രിയാണ് എനിക്ക് CCTV വിഷ്വൽ കിട്ടുന്നത്. ഈ അമ്മമ്മ ഈ മരിച്ചുപോയ അച്ഛനെ മറ്റേ പാത്രം കഴുകുന്നോടൊന്ന് അടിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സ്ക്രീൻഷോട്ട്, അതിൽ സിന്ധു കൃഷ്ണ പറയുന്നുണ്ട് അത് ഭയങ്കര സീനാ. അതായത് മുത്തശ്ശനും പേരക്കുട്ടിയും തമ്മിൽ മോശം വെച്ച് പറഞ്ഞു അമ്മമ്മ. അതവർ പച്ചയ്ക്ക് ആരോടാ പറയണേ? ഏതോ ഒരാള് സ്റ്റോറിയിൽ ജസ്റ്റ് പോയിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ച ആൾക്കാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ഞാൻ പറയട്ടെ, ഇതൊരു കുടുംബത്തിലുള്ളവരോടോ ഇവർക്ക് ഇത്രയും കുറെ കാലമായിട്ട് അറിവുള്ളവരോടോ അല്ലെങ്കിൽ അവരെ വിഷയങ്ങൾ വീഡിയോ ചെയ്ത് നമുക്ക് ക്ലാരിറ്റി അല്ല തരുന്നേ. റാൻഡമായിട്ട് ഒരാൾ പോയിട്ട് മറ്റേ സ്റ്റോറിയിൽ ചോദിക്കുക എന്താണ് സിന്ധു ചേച്ചി പ്രശ്നം. അപ്പൊ സിക്രി പറയാണ്, സിക്രി മറ്റാട്ടോ സിന്ധു കൃഷ്ണകുമാർ മുപ്പത്തിയാര് പറയാണ് എടാ അങ്ങനെയാണ് റെഡിറ്റിൽ സിക്രി എന്നാ പറയുക ഷോർട്ട് ഫോം. അപ്പോൾ മുപ്പത്തിയാര് പറയാണ് ഇതേപോലെ ഇന്ത്യ മോളെയൊപ്പം കിടക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇവിടെ വരുന്നത് അമ്മ പറഞ്ഞു. ഇതിങ്ങനെ അയച്ചു കൊടുക്കുന്ന റാൻഡമായിട്ട് ഒരാൾക്ക്. അപ്പൊ ഇവരുടെ ഇന്റൻഷൻ എന്താ? എനിക്കൊരു സംശയമാണ്. ഇത് എത്തണം, ഇത് എടാ എനിക്ക് ഒന്നും അറിയാത്ത ഒരാളോട് ഞാൻ നാളെ എൻ്റെ കുടുംബ പ്രശ്നം ഫുള്ള് 10 ആളോട് പറയുമ്പോൾ ഇതിന്റെ ഇന്റൻഷൻ എന്താ? ഇനി സമാധാനമാവാൻ വേണ്ടിയിട്ടല്ലോ. സമാധാനമാണെങ്കിൽ എനിക്ക് അറിയുന്നവരോട് പറഞ്ഞു, കൗൺസിലിംഗ് പോയി പറഞ്ഞു. സംഭവം ഈ സിക്രി കുടുംബത്തില് മറ്റേ അമ്മൂമ്മ ഈ പറഞ്ഞ പോലെ പ്രോബ്ലമാറ്റിക് എന്ന് പറയുമ്പോൾ ഒരു കൊച്ചുമാളുടെ അടുത്ത് പറയാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ പറഞ്ഞേക്കുന്ന അങ്ങേറ്റത്തെ വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ദ ഹോൾ ഫാമിലി ഈ തൊട്ടി കുടുംബമാണോടെ. എല്ലാവരും ഇങ്ങനെയാണ് കുടുംബത്തില്. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് ആ പാവം പിടിച്ച അപ്പച്ചീനെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ തട്ടി മാറ്റി വിടുകയാണ്. എന്നിട്ട് ഇവർ മറ്റേ മേൽക്കോയ്മ കാണിച്ചിട്ട് അവിടെ കയറി നിൽക്കുകയാണ്. എന്നാണെങ്കിൽ സിന്ധു കൃഷ്ണൻ ഇത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നുണ്ട് ഇതിങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സംഭവം ഇവർക്കടെ വീട്ടിൽ ഞാൻ വീഡിയോക്കത്തൊക്കെ പറഞ്ഞ പോലെ 2 കൂട്ടരുടെ ഭാഗത്ത് അവരുടേതായിട്ടുള്ള ശരികളും അവരുടേതായിട്ടുള്ള തെറ്റുകളും ഉണ്ട്. പക്ഷേ ഇതൊക്കെ പബ്ലിക്കിലോട്ട് എടുത്തിട്ട് പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ. ഫസ്റ്റ് തൻവിയുടെ ഭാഗത്തുനിന്ന് വന്നതിൻ്റെ പേരിലാണ് പിന്നീട് ഇവർക്ക് പറയേണ്ടി വന്നത്. ഇവർക്കൊരു വീഡിയോ ഇടേണ്ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വേണമെങ്കിൽ ഇവർക്ക് അന്ന് കോള് വിളിച്ചിട്ട് സംസാരിച്ച് ഡീൽ ചെയ്യുന്ന സാധനമാണ്. അതവർ ചെയ്തില്ല. ഇപ്പോഴും ഇവർ മറ്റേ അഹാന എക്സ്പോസ്ഡ് ആയപ്പോഴാണ് ഇവർ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ആക്കി എന്നുള്ള കാര്യം പറയുന്നത്. അതെപ്പോഴാണ് അഹാന എക്സ്പോസ്ഡ് ആയപ്പോഴല്ലേ. അതിന് മുന്നേ വേണമെങ്കിൽ ഈ സംഭവം ചെയ്തായിരുന്നില്ല, ചെയ്തില്ല. കാരണം എന്താണ്? തൊട്ടി കുടുംബല്ലേ, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത ഈ പറയുന്ന സിക്രി കുടുംബത്തിൽ സിന്ധു കൃഷ്ണ പലർക്കും അയച്ചേക്കുന്ന മെസ്സേജുകളുണ്ട്. ഒരെണ്ണം ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങോട്ട് വെക്കാം.
It's all so cheap. My mom saying my father is coming here to sleep with me and my daughter. How can I put it out? I have videos of my mom hitting my father. He was harassed. I stood up for him. He was not allowed to enter the bedrooms. He had sleep in the hall as she flued him dirty after he fell sick. ഇനി അത് കഴിഞ്ഞിട്ട് മൈ ഡാഡ് ബീങ് ഹിറ്റ് ജസ്റ്റ് എ ഫ്യൂ വീക്സ് ബിഫോർ ഹിസ് സർജറി. ദിസ് കണ്ടിന്യൂഡ് ആൾവേസ്. ഐ ഹാഡ് ടു ഫൈറ്റ് വിത്ത് മൈ മോം ഡെയിലി ടു പ്രൊട്ടക്ട് ഹിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ ഓരോ ആൾക്കാർക്കും അയച്ചു കൊടുക്കുകയാണ്. ഇവരുടെ വീഡിയോക്കകത്ത് വന്ന് പറഞ്ഞേക്കുന്ന സംഭവം എന്തായിരുന്നു? ഞാൻ ഇനി അതിനെപ്പറ്റിയിട്ട് എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും താല്പര്യമില്ല, ഞാൻ ഇതിനകത്തൊന്നും ഇല്ല. നമ്മൾ മറ്റേ അപ്പോഴും അഹാന കൃഷ്ണ പറഞ്ഞ എന്താണ്, സിന്ധു കൃഷ്ണ സിക്രി ആണെങ്കിൽ മറ്റേ പ്രശ്നത്തിലൊന്നും ഇടപെടാൻ താല്പര്യം, മറ്റേ ബുദ്ധയായിരുന്നു, ബുദ്ധിസ്റ്റ് ആയിരുന്നു. അപ്പം മണ്ടയ്ക്ക് മറ്റേ ലൈറ്റൊക്കെ കത്തിയിട്ട് ഇങ്ങനെ ദിവ്യ വെളിച്ചൊക്കെ കത്തിയിട്ട് ഇങ്ങനെ സിന്ധു കൃഷ്ണ ഇരിക്കുകയായിരുന്നു. എല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അതാണ് ഇടയ്ക്ക് ഇങ്ങനെ വാ തുറക്കുമ്പോഴത്തേക്ക് പോയിട്ട് മികച്ച അഭിനേത്രിയാണ്, അഭിനയ കുലപതിയാണ്, പിന്നാമ്പുറത്തൊന്നും എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ട് എടി ഇതിങ്ങനെ അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇത് പുറത്തോട്ട് വരുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാവും എന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ലേ? അവർക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല, അത് അവർക്കുണ്ട്. അതുകൊണ്ടാണല്ലോ ഇവരെ അയച്ചു കൊടുത്തത്. പബ്ലിക്കായിട്ട് പറയാൻ താല്പര്യമില്ല, പക്ഷെ ഇത് ആൾക്കാർ അറിയണം എന്നുള്ള രീതിയിലാണ് ഇവരിട്ടേക്കുന്നത്. ദിയാകൃഷ്ണ, അഹാന കൃഷ്ണ, സിക്രി, നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് സോ ചീപ്പ്. ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ്. ഇറ്റ്സ് സോ പത്തറ്റിക്. എന്ത് പത്തറ്റിക്കാണ് നിങ്ങളുടെ കാര്യം? ഇനി ഇവരുടെ വീഡിയോക്കകത്ത് വന്നേക്കുന്ന ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. ഇത് അവർ മുക്കിയേക്കുന്ന, ഇവർ റിമൂവ് ചെയ്തേക്കുന്നത്, ഇത് നേരത്തെ പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്തേക്കുന്ന ഒരു കമൻ്റ് ആയിരുന്നു. ആ കമൻറ്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം. ആൻറ്റി, ഐ ഫീൽ ബാഡ് ഫോർ യു. ആൻറ്റി എന്നാണ് വിളിച്ചേക്കുന്നത്. ശരിയാണ്, സിന്ധു അമ്മ എന്നൊന്നും വിളിക്കേണ്ടായില്ല, കാവിലെ അമ്മ ഒന്നും അല്ലല്ലോ അമ്മ എന്നൊന്നും വിളിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആൻറ്റി, ഐ ഫീൽ ബാഡ് ഫോർ യു. പക്ഷേ ഇതാണ് നിങ്ങളുടെ കർമ്മ. ദൈവം ആദ്യം പന പോലെ വളർത്തും, പിന്നെ നിലത്തിടും. നിങ്ങൾ പണ്ട് ഒതുക്കി തീർത്ത ബുള്ളിയിങ് ഇഷ്യൂസ് ഓർമ്മയുണ്ടോ? അതിലെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യാതെ നിന്ന ഒരു വിക്റ്റിമാണ് ഞാൻ. എൻ്റെ മെൻ്റൽ ഹെൽത്ത് കോൺഫിഡൻസ് ഒക്കെ നിങ്ങളുടെ നിങ്ങളുടെയും അഹങ്കാരം കാരണം എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. സന്തോഷമായിട്ട് ജീവിക്കൂ. തീർക്കേണ്ട കുറേ ഇയേഴ്സ് പോയി കിട്ടി. തെറാപ്പി, ബോഡി ഇമേജ് ഇഷ്യൂസ്, ലോ സെൽഫ് എസ്റ്റീം, ആങ്സൈറ്റി ഒക്കെ ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് ഫൈറ്റ് ആയിരുന്നു. നിങ്ങളുടെ ആവറേജ് ഡാൻസേഴ്സ് ആയ മക്കൾക്ക് ഡാൻസിലെ സെൻറ്റർ സ്റ്റേജ് നിങ്ങൾ പിടിച്ച് വാങ്ങിയപ്പോൾ സ്വന്തം കഴിവ് വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയ കുറച്ച് പേരുണ്ട്. പാസീവ് ബോഡി ഷേമിങ്, സ്കിൻ ടോണിനെ പറ്റിയുള്ള കമൻസ്, നിങ്ങൾക്ക് ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു പാസിംഗ് ജോക്ക് ആയിരിക്കും. എത്ര ഇൻറ്റൻസീവ് ആണ് ഇതൊക്കെ എന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കാം. പക്ഷേ ഇപ്പോൾ കേരളം മൊത്തം നിങ്ങളെ ബുള്ളി ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് ശരിക്കും ഒന്നേ പറയാനുള്ളൂ, കർമ്മ ഈസ് എ ബൂമറ. നിങ്ങളുടെ പൊങ്ങച്ചം, എലൈറ്റിസ്റ്റ് മെൻറ്റാലിറ്റി ഒക്കെ തിരിച്ചടിക്കും, നോക്കിക്കോ. കോൺഫിഡൻസ് ആകാം, ഓവർ കോൺഫിഡൻസ് ആകരുത്. ഇനിയുള്ള കാലമെങ്കിലും കുറച്ച് ഹംബിൾ ആൻഡ് റിയാലിറ്റിയിൽ ഊന്നി ജീവിക്ക്. അഹാന ബാഷ് ഹെയർ ഓൺ കസിൻ യൂസിങ് എ മേജർ ലൈഫ് ട്രോമ വിച്ച് വാസ് ലൈഫ് ചേഞ്ചിങ് ഫോർ ഹെയർ ആൻഡ് എക്സ്പെക്ടിങ് പബ്ലിക് സപ്പോർട്ട് ഫോർ ഇറ്റ് ഈസ് ഡെലൂഷണൽ. അതിനുവേണ്ടി ഒന്നും തൻവി ചെയ്തിട്ടില്ല. ദിസ് ഇറ്റ് സെൽഫ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹൗ ഇൻറ്റൻസീവ് ആൻഡ് ഡെലൂലോ യു ആർ. Ammuma is toxic, but the moment Ahana decided to abuse her back and withdraw all support, അതിപ്പോ Ahana slept with അപ്പൂപ്പൻ എന്ന് പറഞ്ഞാൽ പോലും you became the same evil that Ammuma is. You should give her mental health support and get help for yourself. അതെങ്ങനെ പഠിക്കേണ്ട സമയത്ത് അത് ചെയ്തില്ല. മക്കളെ ആക്ട്രസ് ആക്കാൻ നടന്നു അവർക്ക് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിച്ചില്ല. പഠിക്കാൻ മിടുക്കൽ അല്ലെങ്കിലും കുറച്ച് പൊതുബോധമെങ്കിലും ഉണ്ടായേനെ. ഇതിപ്പോൾ അതൊന്നും ഇല്ലാതെ പോയി. മെൻ്റൽ ഹെൽത്ത് അവയർനെസ് ഒക്കെ ആരോട് പറയാൻ? ഞാൻ ഇതാ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് അവരുടെ അടുത്ത് ചോദിക്കുന്നത്? എടേ, ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഇത്തിരി ക്വാളിറ്റി കാണിക്കും, നിങ്ങൾ ഇച്ചിരി മര്യാദ കാണിക്കും, അതില്ലാത്ത ആൾക്കാർ എങ്ങനെ കാണിക്കാനാണ്? മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടുമോ? ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വാങ്ങിച്ചു കൊടുക്കായിരുന്നു. പക്ഷേ അതില്ല. അത് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഹോൾ ഫാമിലി ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞില്ലേ, തൊട്ടിക്കുടുംബാണ്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇനി ഇത് പറയുമ്പോഴും ഇത് ഒരാൾ ഇട്ടേക്കുന്ന അവരുടെ എക്സ്പീരിയൻസ് ആണ്. ഈ പറഞ്ഞ ഒരു എലൈറ്റ് ഫാമിലി ആ ഒരു വൈബിലാണ് ഇവർ നിൽക്കുന്നത്. കാര്യം ഞങ്ങൾ എന്നുള്ള ആ ഒരു അഹങ്കാരഭാവം ഇവരുടെ മൂർത്തിഭാവമാണ്. എനിക്ക് തോന്നുന്നു ഏതോ ഒരു അഹങ്കാര മൂർത്തിനെയാണെന്ന് തോന്നുന്നു ഇവർ പൂജാമുറിയിൽ വെച്ച് ആരാധിക്കുന്നത് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും കുറേ നാൾ മുന്നേ ഉള്ള സിക്രിയുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. അതിനകത്ത് ഈ ഒരു ബോഡി ഷേമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നൊരു സംഭവമാണ്. നമുക്ക് അതോടൊന്ന് കാണാം. ആയിരിക്കണം വസ്ത്രം,
വൾഗർ ആകരുത് അധികം എന്നൊക്കെ ഇപ്പോൾ ഞാനും പറയുന്ന കൂട്ടത്തിലാണ്. പിന്നെ ഒരു പോയിന്റ് വരെ ഏതോ ഒരു പ്രായം വരെ ഞങ്ങളല്ലേ പിള്ളേർക്ക് ഡ്രസ്സ് വാങ്ങി കൊടുത്തോണ്ടിരുന്നത്. അതുവരെയല്ല നമ്മള് ആ ഒരു ഇതിൽ നിൽക്കുന്ന മാറ്റി അവര് ഏൺ ചെയ്യുന്നു, അവര് വാങ്ങിക്കുന്നു, അവരെ ഡ്രസ്സ്. നമ്മള് ജപ്പാനിലൊക്കെ പോയ സമയത്ത് ഹൻസിക രാവിലെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോൾ ഇതേ ഡ്രസ്സ് നമ്മൾ കാണുന്നത്, നമ്മൾ കണ്ടിട്ടില്ല, അവരെവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പൊ അവർക്ക് അവരുടേതായ ഫ്രീഡം ഉണ്ട്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവരിടുന്നു. ആസ് ലോങ് പിന്നെ ഭാഗ്യത്തിന് ഈ പിള്ളേരൊക്കെ കുറച്ച് നിരിങ്ങിരിക്കുന്ന പിള്ളേരാണ്ട് പൊതുവെ ഡ്രസ്സസ് ഇട്ട വലിയൊരു ആൾക്കാരൊക്കെയൊന്നും വരാറില്ല. ചിലർ അവർ പറഞ്ഞു കേട്ടില്ലേ, പൊതുവെ ഇവര് മെലിഞ്ഞിരിക്കുന്ന പിള്ളേരായതുകൊണ്ട് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ വൾഗാരിറ്റി വരത്തില്ലെന്ന്. അപ്പം എന്താണ്, മെലിഞ്ഞതല്ലാത്ത വണ്ണമുള്ള ആൾക്കാർ ഇട്ട് കഴിഞ്ഞാൽ അത് വൾഗറാവും എന്നുള്ളതാ? നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വണ്ടർ കിഡ്സ് ആയിരിക്കും. ഓക്കെ, ഈ പറയുന്ന പോലെ അവർ ഹെൽത്തി ആയിരിക്കാം, അവർക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ സംഭവങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ കാര്യങ്ങൾ അവരൊക്കെ ഇരിക്കും, അതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ എന്ന് കരുതിയിട്ട് അവരൊക്കെ സ്ലിം ആയതുകൊണ്ട് ഒരു വൾഗാരിറ്റി ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കിന് ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ്. ഭയങ്കര പത്തറ്റിക്കാണ് നിങ്ങളുടെയൊക്കെ കാര്യം. എന്തുവാ ഇത്? അഹാന, നിങ്ങളുടെ സിക്രിയോടൊന്ന് പറഞ്ഞു കൊടുക്കുക. അന്ന് എൻ്റെ അടുത്ത് കുറച്ച് സാധനങ്ങൾ പറഞ്ഞില്ലേ, അന്ന് ഞാനൊന്നും അങ്ങോട്ട് വലിയ ഇതായിട്ട് ഒഫൻസീവായിട്ട് സംഭവങ്ങളൊന്നും ഇവരുടെ അടുത്ത് പറഞ്ഞ പോലെയല്ലേ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമില്ല, നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പറ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അഹാന കണ്ണാടി നോക്കി പറ. എന്തു അഹാന, എന്ത് പത്തറ്റിക്കാണ് നിങ്ങളുടെ കാര്യം? അഹാന കഴിച്ചിട്ടില്ല, ഇനിയുണ്ട്. അഹാനനെ പറ്റിയിട്ട് വേറൊരു ലേഡി പറയുന്നൊരു വോയിസ് കൂടെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ഈ ദിയാകൃഷ്ണയുടെ ഒക്കെ കോളേജ് കാലഘട്ടത്തിൽ അഹാന, അതായത് ഓരോ വീട്ടിലും ഒരു അമ്മ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇതേ അമ്മുക്കുച്ചി പറഞ്ഞേക്കുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അമ്മുക്കുച്ചി ചെയ്തേക്കുന്ന കാര്യമാണ്. നമുക്ക് അതുകൂടെ കേൾക്കാം. ഇവളെന്താ എന്നോട് പറഞ്ഞെന്ന് വെച്ചാല്, നിന്നെയൊക്കെ ഫസ്റ്റ് ഇയർ വന്നപ്പോഴേ പിടിച്ച് റാഗ് ചെയ്യാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ് സീനിയേഴ്സിനോട് ഈ ബഹുമാനം ഇല്ലാത്തത്. പിന്നെ എന്താ, നിന്നെയൊക്കെ ഞാൻ പിടിച്ച് റാഗ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം സ്റ്റാൻഡേർഡെങ്കിലും വേണം, മിനിമം ലുക്കെങ്കിലും വേണം. അതുപോലും ഇല്ലാത്തതുകൊണ്ടാണ് പിടിച്ച് റാഗ് ചെയ്യാത്തത്. കണ്ടാലേ അറിഞ്ഞൂടെ, വെറും പഴമാണ്, വെറും കിഴങ്ങി ലുക്കാണ്. ഇതിലൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ല. വീട്ടുകാരെ ഇങ്ങനെ ആയിരിക്കും. വീട്ടുകാരെ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അതും ഒരു സീറ്റിന് വേണ്ടിയിട്ടാണ് വീട്ടുകാരെ തെറി പറയുന്നതെന്ന് ആലോചിക്കണം. ആ കോളേജ് ബസ്സിൽ മിനിമം ഒരു 30 പിള്ളേരെങ്കിലും ഉണ്ടായിരുന്നതാണ്. അത്രയും പിള്ളേരുടെ ഫ്രണ്ടിൽ വെച്ചാണ് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തത്. കോളേജ് എത്തുന്നവരെ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് വന്നു. ഞാൻ എന്നിട്ട് ഒന്നും തേച്ച് റിയാക്ട് ചെയ്തില്ല. എന്നെ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കോളേജ് എത്തുന്നവരെ. ഇത്രയും പേരുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഇൻസൾട്ട് ചെയ്തത്. പക്ഷെ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ കോളേജിൽ ചെന്നിട്ട് ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് ചെയ്തു, പ്രിൻസിപ്പലിന്റെ അടുത്തും കംപ്ലൈന്റ് ചെയ്തു. പ്രിൻസിപ്പലിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഇവളുടെ വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു, ദിയയുടെയും ഇഷാനിയുടെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചു. അഹാനയും അഹാനയുടെ അമ്മയും എല്ലാവരും കൂടെയാണ് വന്നത്. വന്നിട്ട് ഈ അഹാന ചെയ്തത് എന്താന്ന് വെച്ചാൽ, അത്രയും പ്രായമുള്ള ഞങ്ങളുടെ വൈസ് പ്രിൻസിപ്പലിനെ അങ്ങോട്ട് തട്ടിക്കയറുകയും സാറിന്റെ അടുത്ത് ചീത്ത പറയുകയും സാറിന്റെ അടുത്ത് മര്യാദയില്ലാതെ പെരുമാറുകയാണ് ചെയ്തത്. ഈ അഹാന കോളേജിൽ വന്നിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാം മുഖത്ത് നോക്കി ബിച്ചെന്ന് വിളിച്ചിട്ടാണ് ഇവള് കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഈ സൈബർ ബുള്ളിങ് തെറ്റാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ ഇടുന്ന ഇവക്ക് ഒരാളെ നേരിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത്, നേരിട്ട് തെറി പറയുന്നത്, നേരിട്ട് അവരുടെ വീട്ടുകാരെ തെറി വിളിക്കുന്നത് തെറ്റാണെന്ന് അറിയുന്നില്ല എന്നുണ്ടോ? ദിയ എന്നെ ആ സ്റ്റോപ്പിൽ നിന്ന് കയറി കോളേജ് എത്തുന്നവരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടുകാരെ വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്റെ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിലെല്ലാം ഇടണം, ഇവളെന്തോ വലിയ ആളാന്നാണ് വിചാരം, ഇവളുടെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം. ആൻഡ് ദേ വർ ലൈക്ക് അബൌട്ട് ടു ടേക്ക് മൈ പിക്ചർ. ഒരാളുടെ അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുത്ത് ഈ ഗ്രൂപ്പിലൊക്കെ ഇടുക എന്ന് പറയുന്നത് എന്താ സൈബർ ബുള്ളിങ് അല്ലേ? ഇതൊന്നും അറിയില്ല എന്നുണ്ട്. ആദ്യം സ്വന്തം സിസ്റ്റേഴ്സിനെ മര്യാദയ്ക്ക് നടക്കാൻ പറ്റും. അല്ല, ഈ കോളേജ് കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഇത് ഈ വോയിസിനകത്തിൽ എത്രാമത്തെ സത്യമാണെന്നോ അല്ലെങ്കിൽ അപ്പുറത്തിന് അവരുടെ വർഷം എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഈ കോളേജ് കാലഘട്ടത്തിൽ ഈ പറയുന്നൊരു സീനിയർ ജൂനിയർ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാരെങ്കിൽ ഇതൊക്കെ കോളേജ് ലൈഫിൻ്റെ ഒക്കെ ഭാഗമാണ്. ഒരു ടോക്സിക് ലെവലിലോട്ട് പോകാണ്ടിരിക്കുക, അതൊക്കെ ഒരു ഫണ്ണായിട്ടുള്ള രീതിയിൽ പോകുന്നൊന്നും കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇവിടെ അഹാന ചെയ്തു എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ഗ്രൂപ്പിലൊക്കെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ഇവളെ പറ്റി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ അഹാന, ദിസ് ഈസ് വെരി പത്തറ്റിക്. ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ് സീരിയസ്ലി. കാരണം എന്ന് വെച്ചാൽ അഹാന അന്ന് തൻവീനെ പറ്റിയിട്ട് ഇട്ടേക്കുന്ന കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്തായിരുന്നു, തൻവി ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞാൽ കൊച്ചുനാളത്ത് തൻവിയില്ലേ ടീനേജ് പ്രായത്തിൽ അവളുടെ ഫ്രീഡം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവള് ചിന്നമ്മയുടെ കൂടെ നിൽക്കാതെ ചിന്നമ്മ അടി കുഞ്ഞി പെണ്ണമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തോട്ട് ചാടി വന്നിട്ട് ഇവിടെ നിന്നത്. ഇവിടെ വന്നപ്പോൾ എന്തോ അമ്മമ്മയുടെ കൂടെ നിന്നപ്പോൾ അവക്ക് വലിയ ബെഡ്റൂം കിട്ടി. അത് അഹാനക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മുക്കുറ്റി. ഓരോ വീട്ടിലും ഒരു അമ്മു വേണം, അമ്മു യോജൻ പദ്ധതി. അപ്പം ഇങ്ങനെയുള്ളൊരു അമ്മുക്കുറ്റി ഇവർ വിചാരിക്കുന്നത് ഞങ്ങൾ ഭയങ്കര എലൈറ്റ് ഫാമിലിയാണ്, ഞങ്ങൾ കിടില, ഞങ്ങൾ സൂപ്പർ, ഞങ്ങൾ പൊളി. നിങ്ങൾ തൊട്ടുകളാണ്. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ബാക്കിയുള്ള ആൾക്കാരെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇവരുടെ അടുത്ത് നിങ്ങൾ
പറഞ്ഞ് തിരുത്താനെ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള ബോധം അവർക്കില്ല. അതുണ്ടെങ്കിലല്ലേ അവർക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റൂ. എന്തിനാ ആൾക്കാർ ഇങ്ങനെ അവരുടെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണേ? ഞാൻ വീഡിയോയ്ക്ക് തുടർന്നീളം പറഞ്ഞതുപോലെ തന്നെ ഇല്ലാത്ത കാര്യം എന്തിനാ അവരുടെ അടുത്ത് ചോദിക്കുന്നത്? ഒരല്പം ക്വാളിറ്റി കാണിക്കുക, ഒരു മനുഷ്യന്മാരുടെ കൂട്ടിലുള്ള ക്വാളിറ്റി കാണിക്കുന്ന പറഞ്ഞാൽ അവർക്കത് അറിയത്തില്ല. അറിയാത്ത കാര്യം അവർക്ക്, അല്ലെങ്കിൽ അവരുടെ നിഘണ്ടുവിലോ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത സംഭവം പിന്നെ ആൾക്കാർ ചോദിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണ്ടേ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് അല്ലേ? അങ്ങനെ ഒരു ഡെഫിഷ്യൻസി അവർക്കുണ്ടെന്നുള്ളപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. ഇതുപോലെ ഓരോരോ സാധനങ്ങൾ കാണിക്കുമ്പോൾ പിടിച്ച് ഏറി കയറ്റി വിടുക, അതൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, തൊട്ടി കുടുംബമാണ്. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പം എന്താണെങ്കിൽ ഇത്രയും കേട്ടിട്ട് ആരാ എന്തെങ്കിലുമൊക്കെ പറയണം കേട്ടോ. എന്തായാലും കാണുമെന്ന് എനിക്കറിയാം. ഇത് കണ്ടിട്ട് എന്തെങ്കിലും പറയണം. ഇവിടെ പറഞ്ഞില്ലെങ്കിൽ അവിടെ പോയി പറയണം, അമ്മ സിക്രി സോ പത്തറ്റിക്. എന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് ആന അമ്മ കുറ്റി യു ആർ സോ പത്തറ്റിക്, ഗോ ആൻഡ് ഗെറ്റ് എ ലൈഫ്. ഇതൊക്കെ പറയണം കേട്ടോ. എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? പുറമേ നിന്ന് കാണുമ്പോഴത്തേക്കിന് കുറച്ച് നെടുനീളം ഡയലോഗ് ഒക്കെ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും അവരെ ഭയങ്കര ക്ലാസ് ആണ്, മാസ് ആണെന്നുള്ളതാണ് വിചാരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞ ഇല്ലാത്ത സാധനം ചോദിച്ചായതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. എന്താണെങ്കിലും ഇത്രയും കേട്ടത്. നിങ്ങൾക്ക് എന്താ തോന്നാനുള്ളത് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ പറയണം. കാര്യം അപ്പുറത്ത് പോസ്റ്റ് ചെയ്ത് വെച്ചേക്കാണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ.